ഇന്നത്തേത് കാസർഗോട്ടുകാരുടെയും കണ്ണൂരുകാരുടെയും സ്വന്തം ആലപ്പുഴ കാണാൻ പോയ കഥയാണ്. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ തെക്കൻ കേരളത്തിലെ ആലപ്പുഴയിലും കോട്ടയത്തുമായി പരന്നു കിടക്കുന്നത് പോലെ ഇങ്ങ് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ കവായി കണ്ണൂരും കാസർഗോഡുമായി നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നും വെറും 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താം. ഇനിയിപ്പോ കാസർഗോട്ട് നിന്നാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറും. കവായിയിലെ ഏറ്റവും വലിയ ആകർഷണമായ കണ്ടൽക്കാട് ഇടയിലൂടെയുള്ള കയാക്കിംഗ് ചെയ്യാനായി പോകുന്നതിന് മുന്നേ ഈ അതിമനോഹരമായ പാലം ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ അല്പനേരം കണ്ടിട്ട് കുറച്ചു നാളായ സൂര്യോദയം കണ്ട് ആസ്വദിക്കാനായി വണ്ടി നിർത്തി. അപ്പോൾ ഇതാണ് ഒരിക്കടവ് പാലം. നിങ്ങൾ കാസർഗോട്ട് നിന്നും കവായിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഒന്ന് നടന്നാൽ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. കായലിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റും കൂടെ ചില കായൽ കാഴ്ചകളും മനസ്സിന് ചെറിയൊരു കുളിർമ നൽകും. അങ്ങനെ അവിടുന്ന് നേരെ കവായിലേക്ക്. ഇടതുവശത്ത് കായലും വലതുവശത്ത് കടലും കാണാൻ സാധിക്കുന്ന ഗ്രാമീണ വഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതിരാവിലെ തന്നെ പുറപ്പെട്ടതിനാൽ അപ്പോഴത്തേക്കും വിശപ്പിന്റെ വിളി ഞങ്ങളെ തേടിയെത്തിയിരുന്നു. ഒരു ചായ കുടിക്കാനായി കട തേടി നടന്ന ഞങ്ങൾ ചെന്നെത്തിയത് ഈ കുഞ്ഞു കുടുംബത്തിന്റെ അതിമനോഹരമായ വീട്ടിലേക്കാണ്. അടുത്ത് ചായക്കടയുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ചായ ഉണ്ടാക്കി തന്നാൽ കുടിക്കുമോ എന്ന മറുചോദ്യത്തിന് കണ്ണും പൂട്ടി ഞങ്ങൾ സമ്മതം മൂളി. അങ്ങനെ ചായയും കാത്തിരുന്ന ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റുമായി ചേച്ചിയും ചേട്ടനും ഇങ്ങെത്തി. യാത്രകൾ പോയ പല രാജ്യങ്ങളിലെ സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും കഴിച്ച ബുഫേ ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും 10 മടങ്ങ് രുചിയുള്ള പ്രഭാത ഭക്ഷണം. അല്ലെങ്കിലും സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണത്തിന് വെല്ലാൻ കഴിയുന്ന ഏത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അല്ലേ? അങ്ങനെ പുട്ടും കടലയും മുട്ടയും പഴവും കൂടെ നല്ല ഒന്നാന്തരം ചായയും കുടിച്ച് വിശപ്പിന്റെ ഭാഷയിൽ തന്നെ അവരോട് നന്ദിയും പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് നേരെ കവായിയിലെ കണ്ടൽക്കാടുകളിലേക്കുള്ള ബോട്ട് യാത്ര ആരംഭിച്ചു. 37 സ്ക്വയർ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന കാവായി കായൽ 7 പുഴകൾ ചേർന്നതാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഒരു പ്രധാന ഉൾനാടൻ തുറമുഖവും ഭരണകേന്ദ്രവുമായിരുന്നു കവായി. പോകുന്ന വഴിയിൽ അതാ കായൽ നിറയെ ജെല്ലി ഫിഷുകൾ. ഒന്നും നോക്കാതെ ഒരെണ്ണത്തിനെ എടുത്ത് ഇക്കിളിപ്പെടുത്തിയിട്ട് നേരെ കയാക്കിംഗ് ആരംഭിച്ചു. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. കായലിലെ ശാന്തമായ വെള്ളം തുടക്കക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ കയാക്കിങ്ങിന് അനുയോജ്യമായതാണ്. പിന്നെ ഇങ്ങനെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയും ചെറിയ ദ്വീപുകൾക്കിടയിലൂടെയും കയാക്ക് ചെയ്ത് പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കണ്ണൂരിലേക്കും കാസർഗോട്ടേക്കും വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ മനോഹരമായ കവായി സന്ദർശിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.